വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നോമ്പ് പിടിക്കുകയാണ് കേട്ടോ. അപ്പം മോർണിംഗ് തന്നെ നമ്മൾ കാലത്ത് തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് ഉറക്കപ്പിച്ചയിൽ. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഒരു മനസ്സിലൊരു ഇതുണ്ട്, ഇനി വെള്ളം കുടിക്കാനൊന്നും പറ്റില്ലല്ലോ ഈ ഒരു ദിവസം ഫുള്ള്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്ത് വന്ന് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ജസ്റ്റ് സാലഡ് പോലെ, എനിക്കറിയില്ല കാലത്ത് തന്നെ എന്തൊക്കെയാണ് കഴിക്കുന്നത്. കഞ്ഞി പോലെയൊക്കെ കഴിക്കുന്നു കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇത് കഴിക്കേണ്ട ഇത്തിരി ഹെവി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പുട്ടും പഴമൊക്കെ കഴിച്ചു, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. വീണ്ടും കിടന്നുറങ്ങാം. ഇനിയൊരു 7 മണിക്കാവുമ്പോൾ എനിക്കാടാം. 7 മണിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈവനിങ് ഉച്ചയ്ക്ക് വിഷുവാണെത്തും. അപ്പോൾ വിഷുവാണ് ഫുഡ് കഴിക്കണമല്ലോ. വിഷുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡ്യൂട്ടിക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഒന്നുറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഓക്കേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശ്വേട്ടൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡിയൊക്കെ ആയിട്ട് ആൾ കമ്പനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഹലോ, അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഈ നേരെ ഓഫീസിലേക്ക് പോവാം. അപ്പോൾ കാലത്ത് ആ ഫുഡ് കഴിച്ചതാണ്, ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പം ഇനി എന്താവും നമ്മുടെ നോമ്പ് എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഉച്ചയ്ക്ക് വിശ്വാണ്ട് വേണ്ട ഫുഡും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല, ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. പക്ക നോമ്പ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി എൻ്റെ ഡ്യൂട്ടി 4 മണി വരെയുള്ളൂ. അപ്പോൾ 4 മണി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾക്ക് എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കാം. 6:30 തോന്നുന്നു നോമ്പ് വിടുന്നത്, മീൻസ് വാങ്ങി വിളിക്കുന്നത് 6:30 തോന്നുന്നു ഇവിടെ. അപ്പോൾ നമ്മൾക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. എങ്ങനെ ഇരിക്കും എന്ന് അറിഞ്ഞൂടാ, പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ, വെള്ളം കുടിക്കാണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. ഓക്കെ. നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്, വിൻ്ററൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നും പറയണ പോലെ തന്നെ നമ്മൾ നടന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിലേക്ക്. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ 9 to 4 ആണ് ഇപ്പോഴത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയണത്. അപ്പം നമ്മളിങ്ങനെ ഓഫീസിലെത്തി വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം 4 മണിയായി. 4 മണിയായപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വിശപ്പ് പോലെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്ത് പിടിക്കുക. പിന്നെ വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ 4 മണിക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നത് റൂമിലേക്ക് പോകുന്നത് നടന്നു തന്നെയാണ്. അപ്പം നമ്മൾക്കൂടെ സൗമ്യമുണ്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ നേരെ റൂമിലെത്താം. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞെത്തിയപ്പോൾ വിഷ്ണുവേട്ടൻ താഴെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തി ബാഗൊക്കെ വെച്ചിട്ട് നേരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ സമയം 4:45. 6:30 വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. കാര്യത്തിൽ ഇങ്ങനെ വിശക്കണ്, അങ്ങനെ വയ്യാണ്ടാവുക അങ്ങനത്തെ രീതിയൊന്നും ഉണ്ടായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു 2 മണിക്കൂറും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ 4, 5, 6. അപ്പോൾ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നെൽസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും നോമ്പ് വിടാനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കി, എന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ വിഷയം പറഞ്ഞു എന്നാൽ ഫുഡൊന്നും ഉണ്ടാക്കണം, ഇനി എത്തുമ്പോൾ സമയമാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് നേരെ പച്ചമുളക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മളവിടെ നിന്ന് ബിരിയാണി മേടിച്ചു, ചിക്കൻ ബിരിയാണി മേടിച്ചു. നമ്മൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് മെനു എടുത്തിട്ട് ജസ്റ്റ് ഓരോന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ട് നമ്മൾ കാറിൽ ചെന്നിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ ആയിട്ട് വരും. നമ്മൾക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മൾക്ക് ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് സമയമാകുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടെങ്കിൽ നേരെ റൂമിലോട്ട് പോയിട്ട് ഞാൻ അവക്കാഡോ മിൽക്ക് വാങ്ങിച്ചിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കി. അപ്പം നമ്മളുടെ അതും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നോമ്പ് വിടാനായിട്ട് ഇനി വാങ്ക് വിളി കേൾക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം 6:30 ആയപ്പോൾ വാങ്ക് വിളി കേട്ടു. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വെള്ളവും പിന്നെ ജ്യൂസും പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ്
ഇറക്കണത്. അപ്പോൾ ഫസ്റ്റ് വെള്ളം കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ഇത്ര നേരം ഒന്നും കഴിക്കാണ്ട് വെള്ളമൊന്നും കുടിക്കാണ്ട് ഫസ്റ്റ് വെള്ളം കുടിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഓരോന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിച്ചത് ഈന്തപ്പഴം കഴിച്ചു. അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അനുഭവം എന്ന് പറയണത് കാലത്ത് 5 മണി തൊട്ടിട്ട് വൈകിട്ട് 6:30 വരെ ഒന്നും കഴിക്കാതെ നമ്മൾ 6:30 ആയപ്പോൾ വാങ്കുവിളി കേട്ടപ്പോൾ നമ്മൾ നോമ്പ് മുറിച്ചു. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് പിടിച്ചൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ വിശക്കണ, അതായത് നല്ല വിശപ്പായിട്ട് അയ്യോ പറ്റണില്ല തളർന്നു പോകണം എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ദൈവത്തിന് നന്ദി. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് തോന്നും, അത് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് ആ ഒരു രീതിയിൽ മൈൻഡ് വെക്കാണ്ട് ഇങ്ങനെ പോവുക. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടല്ലേ ദൈവമേ, അവിടെയൊക്കെ ഇങ്ങനെ നോമ്പ് പിടിക്കണവരൊക്കെ എന്തായാലും സമ്മതിക്കണം. ഇവിടെ ആയാലും എല്ലാവരെയും സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ ചൂടായി വരുന്നുള്ളൂ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇനി ഏപ്രിൽ 10 വരെയാ 11 വരെയാന്ന് തോന്നുന്നു അല്ലേ, അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നോമ്പ് പിടിച്ചത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു അനുഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.